ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ, ഈ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അവരറിയാതെ തന്നെ ഇത് കുടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു പോകും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോബസ്റ്റാ പഴത്തിന് പകരമായിട്ട് 2 ചെറുപഴം എടുത്താലും മതി. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു മാംഗോ എടുത്താലും മതി. ഇനി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് റോബസ്റ്റാ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പഴം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 3-4 ഗ്ലാസ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളൊരു ജ്യൂസാണിത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ആപ്പിളൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാംഗോയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. അപ്പോൾ കുരുള്ള മുന്തിരിയാണെങ്കിൽ കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തണ്ണിമത്തനും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പോമഗ്രനേറ്റാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പഴത്തിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 കപ്പ് പാലിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളത്തിന് പകരമായിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക. അധികം കട്ടിയൊന്നും ഉണ്ടാകില്ല. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സോക്ക് ചെയ്ത കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നമ്മളിപ്പോൾ ഇതെല്ലാം തണുത്ത സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് തണുപ്പോട് കൂട്ടിയിട്ട് തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ സർബത്ത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്